മഞ്ഞുമ്മൽ ബോയ്സ് കുറേ വെയിറ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിച്ചല്ലേ. തിയേറ്ററിൽ കയറി പടം കണ്ടു. പെരുന്തമണ്ണ വിസ്മയെന്നാണ് പടം കണ്ടത്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടുത്ത കാലത്തൊന്നും എനിക്കിങ്ങനെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് മൊമെന്റ് വന്നിട്ടില്ല. സത്യം പറഞ്ഞ സ്റ്റോറി എന്താന്ന് നമുക്ക് അറിയാം. സ്റ്റോറി എല്ലാവർക്കും അറിയാം. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് പടം കാണാനും പടം കണ്ടിരിക്കാനും എല്ലാം. ഞാൻ ഇപ്പൊ ഈ കയ്യിൽ ഫോൺ പിടിച്ചോണ്ടാ ഈ നഖം കടിച്ച് ഞാൻ ഒരു വഴിക്കായിരുന്നു. ഞാൻ ഒരു സെക്കൻഡ് ഹാഫിന്റെ പകുതി മുതൽ നഖം കടി തുടങ്ങിയതാ. പക്ക അല്ലെ എഡ്ജ് ഓഫ് ദ സീറ്റ് ആണ് സെക്കൻഡ് ഹാഫിന്റെ പകുതി മുതൽ. അപ്പോൾ ആസ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കഥ അവരൊരു ടൂർ പോവാണ്. അതിന്റെ ഇടയിൽ ഒരു മിസ് അഡ്വെഞ്ചർ എന്ന് പറയും അല്ലേ, അതാണ് സംഗതി. അപ്പോൾ ഗുണ കേവ്സിൽ പോകുന്നു, ഒരാൾ കേവിൽ പെടുന്നു, ആ വ്യക്തി എങ്ങനെ രക്ഷിക്കുന്നു, അതാണ് ആ ഒരു എൻറ്റയർ പ്ലോട്ട്. ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ട് ഇതിന്റെ ആക്ച്വൽ സ്റ്റോറിനെ കുറിച്ചിട്ടൊക്കെ ഇന്നലെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അശ്വിമാടപ്പള്ളിന്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്, ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമേന്റെ മെറിറ്റ്സ് മാത്രമേ പറയുള്ളൂ അല്ലേ, മെറിറ്റ്സ് മാത്രമേ പറയുള്ളൂ. ചിദംബരം അല്ല, റിയൽ സാധനമല്ലേ. ഇതിൽ കൂടുതലായിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഒന്നുമില്ല. ഇനി ഫിലിമാറ്റിക് എക്സ്പീരിയൻസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നും ഒരു പൊടി ലേശ എലമെന്റ് കൂട്ടാ. പക്ഷെ ചിദംബരം അങ്ങനത്തെ ഒരു പരിപാടിയും കാണിച്ചിട്ടില്ല. റിയലിസ്റ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ അടിക്കൂടെ, നമ്മള് ഗുഹയെ ചാടും അതിന്റെ ഒപ്പം അല്ലേ, അങ്ങനത്തെ ഫീൽ അടിക്കും നമുക്ക് ഒരേ സമയം ഗുഹയെ പെട്ടെടുക്കുന്ന ആളെ ഫീലും കിട്ടും, ഗുഹേന്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ഫീലും. ആകെ നമ്മളെ എടങ്ങാറാക്കും എന്ന് പറയില്ലേ നമ്മള് മലപ്പുറത്ത്, എട്ടങ്ങാറാവും നമ്മള് സെക്കൻഡ് ഹാഫ് ഒക്കെ തന്നെ എട്ടങ്ങാറാവും. ഇതൊന്ന് പോണ്ടാറങ്ങുന്നത്. എന്നിട്ട് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ അല്ലേ, ആ രക്ഷിച്ചു വരുന്ന മൊമെന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ മാസ് രക്ഷിച്ചു വരുന്ന ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളാ ഗുഹയെ രക്ഷപ്പെട്ട് വരുന്ന ഒരു ഫീലും എന്തൊക്കെയോ കിട്ടും നമുക്ക്. അതെ, സത്യം. അതിന് ഭയങ്കരമായിട്ട് സുഷീൻ ശ്യാമിന്റെ മ്യൂസിക് ഹെൽപ്പ് ചെയ്തു. രക്ഷയില്ല, സുഷീൻ ശ്യാം വേറെ ലെവല്. സൗബിൻ ഒന്നും പറയാനില്ല, കിടിലൻ. ചന്തു, അതെ, സലീം കുമാറിന്റെ മകനെ ഞാൻ പറയട്ടെ, ചില ഫ്രെയിം ചില സ്ഥലത്ത് നിന്നൊക്കെ നോക്കുമ്പോ പക്കാ സലീം കുമാർ, നമുക്ക് ചിരി വരും അല്ലേ. ആ കണ്ണടക്കെ ഇട്ടിട്ടുള്ള പോക്കൊക്കെ ഉണ്ട്, ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് അതേ നടത്തം, അതേ ബോഡി ലാംഗ്വേജ്, ഭയങ്കര രസം. പക്ഷെ ഈ ഒരു സിനിമയ്ക്കകത്ത്, ഈ കഥയ്ക്കകത്ത് സലീം കുമാറിന്റെ മകനൊരു ഒരു ഇമ്പോർട്ടൻസ് സാധനം ഉണ്ട്, ഒരു പെക്കൂലിയർ സാധനം, ഒരു എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടുള്ള ഒരു സാധനം ഉണ്ട്, ചെറിയൊരു സാധനം. ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ശ്രീനാഥ് വാസി എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷം അല്ലേ, ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞ അന്തം വിട്ടുപോയി. ഫാൻസ് ആണ്, രക്ഷയില്ലാത്ത ഫാൻസ് അല്ലേ. ഇപ്പോഴും ഞങ്ങള് തിയേറ്ററിൽ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോ പെൺകുട്ടികളൊക്കെ ഒഴുകുക തിയേറ്ററിലേക്ക്. എനിക്ക് ഉറപ്പാണ് പടം കാണാൻ പെൺകുട്ടികളൊക്കെ ഓടിയിടും. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിലൊരു പകുതി മുക്കാലും ശ്രീനാഥ് വാസി ഫാൻസ് ആയിരിക്കും. ശ്രീനാഥ് വാസിനെ കാണുമ്പോ അതെ, ഖാലിദ് റഹ്മാൻ എന്തോ നന്നാ. നിങ്ങൾ ഇങ്ങനെയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിനിമ എടുക്കൽ നിർത്തി അഭിനയം ആക്കേണ്ടി വരുമോ നിങ്ങളെ ഫീൽഡ് അല്ലേ. ഖാലിദ് റഹ്മാൻ ഇതിന് മുമ്പ് സുലൈഖ മനസ്സിൽ ഉണ്ടോന്നുണ്ട്, ഐ തിങ്ക് സോ. ഖാലിദ് റഹ്മാൻ അടിപൊളി. കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി പൊളിച്ചടേ, എല്ലാരെയും പിടിച്ചിട്ട് അല്ലേ. ഏറ്റവും ഞെട്ടിച്ച ആള്, ഈ സിനിമയിൽ ഏറ്റവും ചിരിപ്പിച്ച ആള്, ഈ സിനിമയിൽ ഏറ്റവും മാസ് കാണിച്ച ആള് ജീൻ പോൾ ലാൽ. ഇന്റെ മോനെ, അത് ആളാരാണ് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ടൈം ഭയങ്കരം. ഒന്ന് പറയാം, ജീൻ പോൾ ലാലിന്റെ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട്. ടൂറ് പോണതിന്റെ മുന്നേ വണ്ടി ശരിക്കും ആ ടൂറൊക്കെ ഉണ്ടല്ലോ, നൊക്ലാച്ചി അടിക്കും തിയേറ്ററിൽ ഇരുന്നിട്ട്. കാരണം ഈ 2006 നമ്മളും ടൂർ പോയിട്ടുള്ള ഇതേ കോളിസ്, ഇതേ ഡ്രസ്സിങ് എല്ലാം അല്ലേ, പാന്റ്, വാച്ച്, എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. ആ 2006 2007 90s കിഡ്സിന് ഉത്സവമാണ്. റിയൽ സ്റ്റോറി എനിക്ക് 80% അതുപോലെ തന്നെ. ഈവൻ ഈ റിയൽ സ്റ്റോറിയിലുള്ള ആളുകളുടെ ഡ്രസ്സിങ് അടക്കം അവര് ഒരു എക്സാക്ട് കോപ്പി വേണം. ഗണപതിന്റെ കയ്യിലുള്ള ഒരു മറ്റേ ബന്ധാനമായിട്ട് സാധനമൊക്കെ ഉണ്ട്, ഒരു മറ്റേ അമേരിക്കന്റെ കൊടിയുള്ള ഒരു സാധനമൊക്കെ, അതൊക്കെ അതുപോലെ പിടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇപ്പൊ ജീൻ പോൾ, ഞാൻ പറയാം, ജീൻ പോളിന്റെ ഓരോ സീനും മാസാണ്. പോയി കഴിഞ്ഞപ്പോ ആ രൂപവും മാറി, ശബ്ദം കേട്ടാ മാത്രമേ രക്ഷയുള്ളൂ. വിഷ്ണു, രഘു, അഭിരാമ്, പിന്നെ നമ്മളെ ഗണപതി, അരുൺ കുര്യൻ, ബാലു വർഗീസ് അടിപൊളി, ദീപകിന്റെ ക്യാരക്ടർ കുറച്ച് വൃത്തി കൂടിയ ക്യാരക്ടർ.
അതെ, ദീപക്കിനൊരു വൃത്തിയുടെ ഒരു അതിപ്രസരമുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതും ഭയങ്കര രസമായി, അത് ഭയങ്കര രസമായിട്ടുണ്ട്. പക്ഷെ ദീപക്കിന്റെ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ നല്ല റോളുണ്ട്, നല്ല ഡെപ്ത് കാണിക്കുന്നുണ്ട്. റോള് കുറച്ച് നേരെയാണ് ഈ റോളിന്റെ ഡെപ്ത് കാണിക്കുന്നുണ്ടെങ്കിലും അത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ. നമ്മളെ നെപ്പോളിയൻ ഉണ്ട്. അതെ, നെപ്പോളിയൻ പറയുമ്പോ ലിയോ നെപ്പോളിയൻ, നമ്മളെ LCU ആള് നല്ല കിടിലനായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമേന്റെ DOP ഒരു രക്ഷയില്ല. പിന്നെ ചില ഫ്രെയിമുകളൊക്കെ അന്തം വിട്ട് പോകണം. എങ്ങനെ ഗുഹയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എനിക്ക് ആ ഭയങ്കര രസമായി തോന്നിയ സീനുകള്, ഇയാള് ഈ ഗുഹേനെ കിടക്കുന്ന സമയത്ത് ആ ഫാമിലിയും അത് സംഭവങ്ങളൊക്കെ കാണിക്കാനില്ല. അത് അതൊക്കെ ഡയറക്ടർ ചിദംബരം സത്യം പറഞ്ഞ ജാനേമനിൽ ഇങ്ങോട്ട് എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണ്. അതേതാ സിനിമ, ഇതേതാ പടം. ഭയങ്കരം. കാരണം ഈ ഗുഹയിൽ വീഴുന്ന ആ ഒരു സംഗതി ചിദംബരം കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു പാസ്റ്റ് വെച്ചിട്ട് അത് ഭയങ്കര സംഭവമാണ്. അത് ഈ സിനിമന്റെ കോറാണ്. ഈ എന്താ പറയാ, രക്ഷിക്കാൻ എടുത്തെത്തുമ്പോ ഇയാളെ അമ്മേന്റെ അടുത്ത് കിടക്കണ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഭയങ്കര. അതേമാതിരി ശ്രീനാഥ് ബാസി എനിക്ക് തോന്നുന്നത് ഹാഫ് നേക്കഡ് ഫുൾ നേക്കഡ് ആയിട്ടാണോ നടക്കുന്ന സീൻ, അത് എനിക്ക് ഭയങ്കര എഫേർട്ട് കിട്ടോ ശ്രീനാഥ് ബാസിന്റെ. അതൊക്കെ ഒരു സംഗതി. പക്ഷെ ഡയറക്ടറാണ് പണിയെടുത്തത്, നല്ല പണിയാണ് ഡയറക്ടർ, ഒന്നും പറയാല്ല. പിന്നെ അറിയാലോ, മ്യൂസിക്കും കൂടി ആവുന്ന സമയത്ത് അത് വേറെ രസമാണ്. വേടന്റെ ആ ഒരു ഇൻഡിവിജ്വൽ സാധനം ഞാൻ ഇങ്ങനെ നോർമലായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ ഒരു വൈബ് സാധനമായിരുന്നു. പക്ഷെ പടത്തിന്റെ തുടക്കത്തിലേ അത് കൊടന്നിടുമ്പോൾ അവരെ ജെല്ലാക്കുന്നത്, മഞ്ഞുമ്മൽ വോയിസ് ആക്കുന്നത് വേടന്റെ ആ ഒരു പാട്ടാണ്. ഈ സിനിമയില് ഫസ്റ്റ് ഹാഫിൽ ഇവർക്ക് ഇത് വലിച്ചു നീട്ടി കുറെ സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റുള്ള സമയമുണ്ട്. പെട്ടെന്ന് തമാശയൊക്കെ എടുത്തിട്ട് ചെയ്യായിരുന്നു, ചെയ്ത് ചേർത്ത് ഇത് ആവശ്യത്തിന് എല്ലാ ചെരുവുകളും ചേർത്ത് സംഗതിക്ക് പെട്ടെന്ന് കൊണ്ടുപോയിട്ട്. അതായത് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോ തന്നെ നമുക്ക് ആ ഒരു കിക്ക് കിട്ടുക. പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, എഡ്ജ് ഓഫ് ദ സീറ്റ് നഖം കടിച്ച് ഇതെപ്പോ അത് എങ്ങനെ കുറെ കാലത്തിന് ശേഷം ഹാഫ് ടൈമിന്റെ ഇന്റർവെൽ ഒന്ന് സത്യം. ആൻഡ് ഇതില് ഇന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സീനാണ്. ഞാൻ പഠിത്തം കണ്ട സിനിമയിൽ നിന്നൊക്കെ കൂട്ടിയെടുക്കുന്ന ഒരു സീന് ഇതിനകത്തേക്ക് അയാൾ വീഴുന്ന ആ ഒരു സാധനം കാണിക്കുന്നത്. അത് ഭയങ്കര തട്ടിത്തെറിച്ച് ടപ്പട്ടൊക്കെ ടിപ്പ് പോണ. അതാണെങ്കിൽ നമുക്കൊരു അനിമേഷൻ ഒന്നും പോലെ തോന്നുന്നില്ല, റിയൽ ആയിട്ട് തോന്നണം. അയ്യോ അങ്ങനെ തട്ടി വീഴുമ്പോ അത് ഭയങ്കര അതിനൊരു റിയലിസ്റ്റിക് ഭയങ്കരമായിട്ട് പോയി. മൊത്തത്തില് മഞ്ഞുമൽ ബോയ്സ് നമ്മുടെ സുഷീൻ ശ്യാം പറഞ്ഞ മാതിരി ഇത് മലയാള സിനിമയെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയില് ലാഗ് ഉണ്ടോ നോക്കുന്ന ആൾക്കാർക്ക് ലാഗ് ഉണ്ട്. പക്ഷേ ആ ലാഗ് എന്താന്ന് വെച്ചാൽ ആ ലാഗ് അത്യാവശ്യമാണ് സിനിമയ്ക്ക്. ആ ലാഗ് എന്താ പറയാ, എനിക്ക് അത് സഹിക്കാൻ പറ്റാത്തവരുണ്ട് കുറെ. ഇത് കണ്ട് സഹിക്കാൻ പറ്റില്ല ചിലർക്ക്. അതായത് ഇതൊന്ന് പെട്ടെന്ന് നോക്കണേന്ന് പറഞ്ഞു വരും. ആ ലാഗാണ് ഞാൻ പറഞ്ഞു തന്നെ. കാരണം നമുക്കും സൗബിനെ ഇതിപ്പോ ആളതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോ നമുക്ക് തള്ളിയിട്ടാലോ കൂടെ. പിന്നെ നിങ്ങൾ ക്യാമിയോ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. നിങ്ങൾ കണ്ട് നിങ്ങൾ അത് സന്തോഷിച്ചല്ലേ, നിങ്ങൾക്ക് സമാധാനമായിട്ടൊക്കെ നിങ്ങൾ ഇറങ്ങി വാ. അതെ, നമ്മളൊരു റിയൽ ലൈഫിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അത് അതുപോലെ തന്നെയാണ് ആ സിനിമയിൽ വന്നിട്ടുള്ളത്. ഒരു എക്സാജറേഷൻ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സാജറേഷൻസേ ഉള്ളൂ. ആൻഡ് ആ ഒരു കൊണ്ടുവച്ചതായിട്ടൊന്നും ഫീൽ ആയില്ല. ഇവര് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മരമൊക്കെ അവർ ആർട്ട് ഇട്ടതാണ്. എന്ത് ഭയങ്കരം ഒന്നും പറയാതെ ഏതെങ്കിലും മരം മുറിക്കാരനെ വിളിച്ച് മുറിക്കേണ്ടി വരും, എന്നാലേ ഇത് അറിയുള്ളൂ. നല്ല പണിയെടുത്ത ഒരു ബ്രില്യൻ ക്രാഫ്റ്റ് അല്ലേ, നല്ല കിടിലൻ ക്രാഫ്റ്റ്. മലയാള സിനിമയ്ക്ക് ഇനി ഇത്രയും നല്ല കാലം ഈ അടുത്ത കാലത്തൊന്നും വരാനില്ല. നമ്മളെ 2018 കണ്ട സമയത്ത് കിട്ടിയ ഒരു ഫീലാണ് എനിക്ക് സത്യം ഇതിൽ കിട്ടിയത്. എനിക്ക് 2018 ഇന്നെ എക്സൈറ്റ് ചെയ്യിച്ചു. എക്സൈറ്റിംഗ് ഭയങ്കരമായിട്ടുണ്ട് സിനിമയില്. പക്ഷേ 2018 ഒരു സർവൈവൽ സ്റ്റോറിയാണ്. ഇതൊരു മിസ് അഡ്വെഞ്ചർ സാധനം. അതായത് അഡ്വെഞ്ചർ തന്നെ പറയാം, അങ്ങനെ തന്നെ പറ്റുള്ളൂ. മിസ് അഡ്വെഞ്ചർ സാധനമാണിത്. എന്നിട്ട് അവിടുന്ന് ഒരു എന്താ പറയാ, കൈൻഡ് ഓഫ് അല്ലേ ഒരു വൈബ് സാധനം. മൊത്തത്തിൽ എന്താണെങ്കിലും ഇപ്പൊ 2018 ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ നമ്മളെ ലൈഫിനോട് അടുത്ത് നിൽക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ റിയൽ ലൈഫിൽ സംഭവിക്കാൻ ഉറപ്പായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് കണക്ട് ആവണത് എല്ലാവർക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒട്ടും എക്സാജറേഷൻ ഇല്ലാതെ നമുക്ക് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് അതന്നെ ഭയങ്കര പ്ലസ് ആണ്, ഭയങ്കര പ്ലസ്. അപ്പൊ എന്താണെങ്കിലും എനിക്കൊരു ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടമായിട്ട് തോന്നുന്നു. എനിക്കിത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ഞാൻ ഈവൻ സ്നേഹനി കൊണ്ട് ഇന്ന് തന്നെ പോകും. ചില സിനിമകൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ സ്നേഹനി കൊണ്ട് ഞാൻ തന്നെ പോകും. എന്തായാലും പടം പൊളിച്ചു, നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവില്ല എന്ന്
എനിക്ക് പേഴ്സണലി തോന്നുന്നു. അതെ മസ്റ്റ് വാച്ച്.